ബൈക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരുടെ ശ്രദ്ധയിലേക്ക് കേരള പോലീസ് പൊതുജന താൽപര്യാർത്ഥം തയ്യാറാക്കിയ ഒരു സൂചന. കേവലം ഒരു ലൈക്കിൽ ഒതുക്കി തീർക്കാനാവുന്നതല്ല ഈ സൂചന. കേരള പോലീസ് എഴുതിയ അല്ലെങ്കിൽ തയ്യാറാക്കിയ ഈ പോസ്റ്റ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് ഓർക്കുക. യുവത്വമേ, ഒരു നിമിഷം സമയമുണ്ടെങ്കിൽ ഇതൊന്ന് വായിക്കൂ. എന്നിട്ട് ചിന്തിക്കൂ, ഇന്നത്തെ യുവതലമുറ എങ്ങോട്ടേക്ക്? താന്തോന്നികളും തന്നിഷ്ടക്കാരും അഹങ്കാരികളും സാമൂഹിക പ്രതിബദ്ധത തീരെയില്ലാത്തവരുമായി അവർ അധപ്പതിക്കുവാനുള്ള കാരണക്കാർ ആര്? മാതാപിതാക്കളോ അതോ ആധുനികതയുടെ കൊഴുപ്പോ അതോ ആരെയും ഭയപ്പെടാനില്ലാത്ത അണുകുടുംബ സാഹചര്യമോ? ഒരു മുന്തിയ ബൈക്കും ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണും സ്വന്തമായി ഇല്ലാത്ത ചെറുപ്പക്കാർ ഇന്ന് വിരളം. ഇവരെയൊക്കെ വിഡ്ഢിവേഷം കെട്ടിച്ച് വെറും വിഡ്ഢികളാക്കി വീടിനും നാടിനും സമൂഹത്തിനും ഒരു വലിയ ബാധ്യതയും ഭീഷണിയുമാക്കി തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് എന്ത് നേട്ടം? ഹേയ് ഒരുപറ്റം കൊച്ചനുജന്മാരെ, നിങ്ങൾ 3 4 അല്ലെങ്കിൽ 10 സുഹൃത്തുക്കൾ ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ഒരു ലോകമുണ്ടല്ലോ, അതല്ല യഥാർത്ഥ ലോകം. മാതാപിതാക്കളെ അനുസരിക്കാതെ മുതിർന്നവരെ മാനിക്കാതെ ഒത്തുചേർന്നാൽ താൻ തോന്നിത്തരങ്ങൾ മാത്രം കാണിക്കുന്ന നിങ്ങളുടെ ലോകമുണ്ടല്ലോ, അത് വെറും വിഡ്ഢി ലോകം മാത്രം. നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ആണെന്നുള്ള തിരിച്ചറിവ് ഇനി എന്നാണുണ്ടാവുക? നിങ്ങൾ പൊതുനിരത്തുകളിൽ കാട്ടിക്കൂട്ടുന്ന ബൈക്ക് അഭ്യാസങ്ങൾ നിങ്ങളുടെ കഴിവായി ബുദ്ധിയുള്ളവർ ഒരിക്കലും കാണില്ല. അതൊരു സാമൂഹിക വിപത്താണ് എന്ന് എന്തേ നിങ്ങൾ തിരിച്ചറിയുന്നില്ല? നിങ്ങൾ പൊതുനിരത്തുകളിൽ കൂടി നാടും കാടും വിലക്കി പ്രപഞ്ചത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ബൈക്ക് പറപ്പിക്കുന്ന ശബ്ദം ഒരു പൗരന്റെയും ചെവിക്ക് അലോസരമല്ലാതെ ഒരു ഇൻപവും നൽകുന്നില്ല. അതിനെ സാമൂഹിക വിരുദ്ധതയെന്നേ പറയാൻ കഴിയൂ. തിരക്കുള്ള റോഡുകളിൽ വലിയ വാഹനങ്ങൾ ചീറിപ്പായുന്നതിനിടയിലൂടെ എല്ലാ ട്രാഫിക് നിയമങ്ങളും കാറ്റിൽ പറത്തി ഭ്രാന്തമായ ആവേശത്തിൽ നിങ്ങൾ കാണിക്കുന്ന മുടിനാരിട ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾ പലപ്പോഴും രക്ഷപ്പെടുന്നത് നിങ്ങളുടെ കഴിവായി തോന്നുന്നുവെങ്കിൽ നീയാണ് ഈ നൂറ്റാണ്ടിലെ പരമ്പര വിട്ടി എന്നുള്ളതിന് സംശയമുണ്ടോ? എതിരെ വരുന്ന വലിയ വാഹനക്കാരൻ അല്ലെങ്കിൽ അലക്ഷ്യമായും നിയമം ലംഘിച്ചും നീ മറികടക്കാൻ ശ്രമിക്കുന്ന വാഹനക്കാരൻ നിന്നെപ്പോലെ ഒരു മാനസിക രോഗിയാണെങ്കിൽ അവനൊന്ന് ബലം പിടിച്ചാൽ അവിടെ ഒടുങ്ങാനുള്ളതേയുള്ളൂ നിന്റെ എല്ലാ ശൗര്യവും. നിന്റെ കൂടെ എല്ലാ തോന്നിയവാസത്തിനും എല്ലാ കൊള്ളരുതേമയ്ക്കും നിനക്ക് കൂട്ടുനിന്ന് നിന്നെ പ്രോത്സാഹിപ്പിച്ച നിന്റെ മാതാപിതാക്കളെക്കാൾ ഉടപ്പിറപ്പുകളെക്കാൾ ഒരുപക്ഷെ നീ സ്നേഹിച്ച കോലം തിരിഞ്ഞ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള നിന്റെ റോൾ മോഡൽ ഫ്രീക്കൻ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ കരയും നിന്റെ വിയോഗത്തിൽ. എത്ര ദിവസം എന്ന് നിനക്കറിയണോ? അങ്ങേയറ്റം പോയാൽ 3 ദിവസം. പിന്നെ അവർ നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം കൂടി ചെയ്യും. നീ തെരുവീതിയിൽ മരണം ഇരന്നു വാങ്ങാൻ പോകയല്ലേ, അതിനു മുൻപ് നീ അതുകൂടി അറിഞ്ഞിട്ട് പോയിക്കോ. നിന്റെ ചിരിക്കുന്നൊരു സുന്ദര ഫോട്ടോ അവന്മാർ ഫേസ്ബുക്കിലിടും, വാട്സാപ്പിലും ഇടും. എന്നിട്ട് ഒരു അടിക്കുറിപ്പും, പ്രിയ കൂട്ടുകാരാ, നീ ഒരിക്കലും മരിക്കില്ല, ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നും നീ ജീവിക്കും. അതോടെ അവന്മാരുടെ പണി തീർന്നു. നിനക്ക് ചിരി വരുന്നില്ലേ? അവന്മാരുടെ ഓർമ്മയിൽ നീ ജീവിക്കുമെന്ന് കേട്ടിട്ട് ലഹരിക്ക് അടിമപ്പെട്ട് മസ്തിഷ്കം മരവിച്ച് കഴിയുന്ന അവന്മാർക്ക് ഓർമ്മ പോയിട്ട് പോക്കണം പോലുമില്ല എന്നുള്ളത് നീ ഓർക്കുക. മറ്റുള്ളവരെക്കാൾ നന്നായി അവരുടെ സന്തത സഹചാരി എന്ന നിലയ്ക്കുള്ള നിനക്കല്ലേ കൂടുതൽ അറിവ്? സോഷ്യൽ മീഡിയകളിൽ നിന്റെ ചരമവാർത്ത ഫോട്ടോ സഹിതം വൈറലാകുമ്പോഴും നീ ഒരുപക്ഷെ മുൾമുനിയിൽ നിർത്തിയും നിരാഹാരം കിടന്നും ഭീഷണിപ്പെടുത്തിയും അവസാനം ഗതികേട് കൊണ്ട് വകതിരിവാകാത്ത നിന്റെ ചെറുപ്രായത്തിൽ നിനക്ക് ബൈക്ക് വാങ്ങിത്തരാൻ നിർബന്ധിതരായ നിമിഷത്തെ, അല്ലെങ്കിൽ കൂട്ടുകാരന്റെ ബൈക്ക് ഒരു വേള കടമെടുക്കാൻ നിനക്ക് തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് നിന്റെ മാതാപിതാക്കളും നിന്റെ ഉടപ്പിറപ്പുകളും തലതല്ലി കരയുന്നുണ്ടാവും. വീടിനുള്ളിലെ ഏതെങ്കിലും കോണുകളിൽ സങ്കടത്താൽ കണ്ണീരിനു പകരം ചങ്ക് പൊട്ടി ഒലിച്ച രക്തം അവരുടെ കണ്ണുകളിൽ കൂടി ഒലിച്ചിറങ്ങുന്നത് കാണാൻ കഴിയാതെ നീ അകലെയുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ വിജയശ്രീലാളനായി നെഞ്ചും വിരിച്ച് തല പൊട്ടിത്തകർന്ന് ചെവിയിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും ചോര വാർന്നിറങ്ങി കണ്ണ് പുറത്തേക്ക് ഉന്തി ഇറങ്ങിയവനായി വീണ്ടും ഒരു അറുത്തുമുറക്കലും പ്രതീക്ഷിച്ച് ധിക്കാരിയായിരുന്ന നീ നിസ്സഹനായി മലവണ്ണങ്ങനെ കിടക്കുന്നുണ്ടാവും. ജീവിതത്തിന്റെ സൗരഭ്യത്തിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്ക്, വിവാഹ കുടുംബ ജീവിതത്തിലേക്ക്, ജീവിതം എന്തെന്ന് ആസ്വദിച്ചറിയാൻ തുടങ്ങുന്നതിന് നാഴികകൾ മാത്രം ബാക്കിയായിരിക്കും നിന്റെ അഹങ്കാരവും അഹംഭാവവും നിന്റെ നിക്ഷേധാഭാവവും ഈഗോയും കാരണം അകാലത്തിൽ മരണം നിരന്നു വാങ്ങിയ പരമ്പര വിദ്യയായ നീ അങ്ങനെ കിടക്കുന്നുണ്ടാവും. പൊന്നനുജന്മാരെ, നിങ്ങൾ ഇനിയെങ്കിലും മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്രതീക്ഷകളാകുന്നു.
വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാകേണ്ടവരാണ് നിങ്ങൾ. അവരെ തീരാ ദുഃഖത്തിലാക്കി അകാലത്തിൽ തെരുവിൽ ഒടുങ്ങേണ്ടവർ അല്ല നിങ്ങൾ. ഭ്രാന്തമായ ആവേശത്തിൽ മുൻപിൻ നോക്കാതെ നിങ്ങൾ പായുമ്പോൾ അപ്പോഴും നിങ്ങളുടെ ബൈക്കിന് 2 ചക്രങ്ങളെ ഉണ്ടാകൂ എന്നോർക്കുക. ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ചെറു കല്ല് മതി നിങ്ങളുടെ അവസ്ഥ എന്നേക്കുമായി മാറ്റിമറിക്കാൻ. ട്രാഫിക് നിയമങ്ങൾ കർശനമായും പാലിക്കുക. നിരത്തിൽ അഹംഭാവവും അമിത വേഗവും അവഗണിക്കുക. വിധിയെ പഴിക്കാൻ വരട്ടെ, അതിനു മുൻപ് ഒന്നോർക്കുക, നിങ്ങളുടെ ജീവന്റെ സൂക്ഷിപ്പുകാർ നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് ഒരു പരിമിതികളുണ്ട്. പല നേർക്കാഴ്ചകളുടെയും അനുഭവങ്ങൾ മനസ്സിൽ ഉറങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ എഴുത്തിൽ അല്ലെങ്കിൽ വായനയിൽ അല്പമെങ്കിലും അമർഷവും രോക്ഷവും വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രം. ഈ പോസ്റ്റിനോട് യോജിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കുക. അത് ചിലപ്പോൾ കുറച്ച് അനുജന്മാർക്കെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സഹായിച്ചെങ്കിലോ. കേരള പോലീസ് പൊതുജന താൽപര്യാർത്ഥം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.